Freedom is the state or condition of being able to think, choose, speak, and act according to one's own will without undue coercion, restraint, or control, while respecting the rights and freedom of others. True freedom is not doing anything you want, but having meaningful choices and the responsibility that comes with them. Nice. കേരളത്തിൽ അതൊക്കെ കേരളത്തിൽ ആലോചിക്കുക. ഞാൻ ഇത്തവണ ന്യൂ ഇയറിന് ബാംഗ്ലൂർ പോയി സെലിബ്രേഷന് പോയപ്പം അവിടെ ഒരു ബോർഡ്, ഞാനതിന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് വിചാരിച്ച്. അത് കർണാടക പോലീസ് എല്ലായിടത്തും ബോർഡ് വെച്ചേക്കുക. ആ ബോർഡിൻ്റെ മുമ്പിലൊക്കെ ഓരോ പോലീസുകാരുണ്ട്. ഭയങ്കര ഒരു നമ്മൾ ഈ ട്രാഫിക്കിൻ്റെ ഒക്കെ നടുക്കൊരു വലിയ പോലീസിന് നിൽക്കാനൊരു സ്ഥലമുണ്ടല്ലോ, അതുകൂട്ട് എല്ലാ മിക്ക തിരക്കുള്ള സ്ഥലങ്ങളിലും പോലീസ് തന്നെ അവർ തന്നെ ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡ് മുകളിലോട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓരോ 2-3 പോലീസുകാർ നിൽക്കുന്നു. അവിടെ ബോർഡൊക്കെ വെച്ചേക്കുന്നത് എന്താ, സെലിബ്രേറ്റ് വൈസ്ലി. സെലിബ്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്, പക്ഷെ വൈസ്ലി, സമാധാനത്തോടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സെലിബ്രേറ്റ് ചെയ്യാൻ. ഇത് ഈ ന്യൂ ഇയറിന് ഇപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ ന്യൂ ഇയർ ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. അന്ന് 12 മണിന്ന് കണ്ടതിന് ശേഷം പോലീസ് ഓട്ടിക്കും എല്ലാവരും. ഇവിടെ ഈ ബാംഗ്ലൂരിൽ നീ തിരക്ക് കാണണം. ഈ നമ്മൾ വലിയ വലിയ പിൽഗ്രിമേജിൽ ആൾക്കാർ ഇങ്ങനെ കുത്തിങ്ങനെ നടക്കത്തില്ലേ, അതുകൂട്ടാണ് നടന്നത്. കാറൊന്നും ഇടാൻ സ്ഥലമില്ല, നടന്ന് പോകുന്നത് ഇങ്ങനെ ഇച്ചിരി സ്ഥലത്ത്. അത്രയും അതും ഒരു ലാംഗ്വേജ് അല്ല, ഡിഫറെൻറ്റ് ലാംഗ്വേജ്. ഒരു വലിയ സ്ഥലത്തുള്ള ആൾക്കാരെ ഈ പോലീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ സമാധാനത്തോടെ അടിയും വടിയും കൊണ്ടൊന്നല്ല, സമാധാനത്തോടെ ഹാൻഡിൽ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ 12 മണിക്ക് ശേഷം ന്യൂ ഇയർ പൊട്ടിയ ഇനി ഇവിടെ കാണരുത്. പക്ഷേ 12 മണിക്ക് മുമ്പ് തന്നെ 10 മണിക്ക് തന്നെ കടകളെല്ലാം അടപ്പിച്ച്. അതാണ് ലോകത്തിൽ ഏറ്റവും ഫ്രീഡം ഇല്ലായ്മ. അത് പവർ ഉപയോഗിച്ചുള്ള ഫ്രീഡം ഇല്ലായ്മ. ഈ വ്യക്തിത്വമായ ഫ്രീഡം ഇല്ലായ്മ എന്നൊക്കെ പറയുന്നത് അത് ആ വ്യക്തികളെ മാത്രം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് രാത്രി വെളിയിലിറങ്ങണം, രാത്രി വെളിയിറങ്ങാൻ പറ്റത്തില്ല. പോലീസ് വന്ന് ചോദ്യം ചെയ്യും. എന്താ റീസൺ? പ്രൊട്ടക്ഷൻ, ജനങ്ങളുടെ സംരക്ഷണം. പക്ഷേ ഓഫ് കോഴ്സ് അവരുടെ പാട്ടിൽ ആൾക്കാർ കുറവാണ്. ഏത് പോലീസിൻ്റെ കൗണ്ടിൽ ആൾക്കാർ കുറവാണ്. അന്നേരം ഞാൻ പക്ഷെ അന്നേരം ഞാൻ ഇവിടെ ഈ ന്യൂ ഇയറിന് വന്നപ്പോൾ നീ ആ ജനങ്ങളെ കാണണം. അവരെ ഹാൻഡിൽ ചെയ്യുന്ന പോലീസാണ്. ഈ ബാംഗ്ലൂർ സിറ്റിയുടെ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ഡെൻസിറ്റി. അവരുടെ ഡെൻസിറ്റിയെ സംബന്ധിച്ച് അത്രയൊന്നും പോലീസ് ഇല്ല ഇവിടെ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ നീ എന്താ പറഞ്ഞു തന്നെ അപ്പോൾ അത് ഏറ്റവും വലിയ ഫ്രീഡം കളയലാണ്. അത് ഒരു ജനറേഷൻ, കൊച്ചിയിൽ 12 മണിക്ക് ശേഷം അതെ ഫ്രീഡം കളയലാണ് എന്ന് വെച്ചാൽ ഒരു ജനറേഷൻ്റെ ലൈഫിൻ്റെ ഭാഗവും ഈ പോലീസ് അവർക്ക് ജോലി എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നമാണ് അവർക്ക് ആളില്ലാത്തത്, വേറെ ആരുടെയും പ്രശ്നമല്ല. അവരുടെ മാത്രം പ്രശ്നമാണോ അവർക്ക് ജോലി? അവരുടെ മേളിലുള്ളവർ ടോക്സിക് ആവുന്നതുകൊണ്ടോ അവരുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അത് ജനങ്ങൾ മൊത്തം അനുഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ജനറേഷനായിട്ട് ജനങ്ങൾ അനുഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ക്രൂരതയാണ്, ഭയങ്കര ക്രൂരതയാണ്. നീ വെച്ചാൽ നൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം 100 പേരുണ്ടെങ്കിൽ 90 പേർക്ക് നൈറ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന നൈറ്റ് ഇഷ്ടപ്പെടുന്ന 90 പേര് ഈ പോലീസുകാരെ കൊണ്ട് തന്നെ, പോലീസുകാരുടെ ഈ കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ സംഭവം കൊണ്ട് തന്നെ 50 പേരും എനിക്കിനി നൈറ്റ് വെളിയിൽ ഇറങ്ങണ്ട, അതായത് വെളിയിലൊരു നൈറ്റ് ലൈഫ് കിട്ടുന്ന അടുത്ത് പോയി കഴിഞ്ഞാൽ മടിയായിരിക്കും പോകാൻ. എന്നുവെച്ചാൽ ജനറേഷനായിട്ട് ഇത് പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ പോകുന്നുണ്ട്. അത് ഭയങ്കര മോശമാണ്. അപ്പോൾ ആ സംഭവം ഈ നീ നേരത്തെ വായിച്ച ഡെഫിനേഷനിലെ ChatGPT നീ പറഞ്ഞില്ലേ കൊച്ചിയിൽ അങ്ങനെ അതുമായിട്ട്? കൊച്ചിയിലെങ്ങനെ എനിക്കറിയത്തില്ല, എൻ്റെ നാട്ടിലെ കാര്യം, കരുനാഗപ്പള്ളിയിലെ കാര്യം പറഞ്ഞു. എനിക്ക് എന്ന് വെച്ചാൽ ഓരോ റീസൺസ് ഉണ്ട് ഇവർക്ക്. ആളില്ല, വിഷമം തോന്നുന്നുണ്ട്, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. സിനിമകൾ കാണും, ഇപ്പം ബ്രേക്കിംഗ് ബാഡ് ഞാൻ പറഞ്ഞിട്ടില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അതിനകത്തൊക്കെ പോലീസുകാർ, നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ അവിടെ ഉള്ള പോലീസുകാർ ആൾക്കാരത് ബിഹേവ് ചെയ്യുന്ന രീതികൾ ഭയങ്കര വ്യത്യാസമാണ്. സാറെന്നൊക്കെ വിളിച്ചാണ് അവിടുത്തെ പോപ്പുലേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. അന്നേരം ചോദിക്കും, അന്നേരം അവരുടെ റീസൺ എന്താണെന്നറിയാമോ?
ഇതെല്ലാം ഞാൻ പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവണ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരനെ കണ്ട് ഞാൻ റാൻഡായിട്ട് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു പോലീസുകാരെ സാറിന് വിളിക്കേണ്ട ആവശ്യം ശരിക്കും ഇല്ല. പോലീസുകാരനെ സാറിന് വിളിക്കേണ്ട ഒരാവശ്യമില്ല. പോലീസുകാരനെ എന്നല്ല, ആരെയും സാറിന് വിളിക്കേണ്ട ആവശ്യമില്ല. പേര് വിളിക്കുന്നതാണ് ഏറ്റവും റെസ്പെക്റ്റ്ഫുൾ. പേര് വിളിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പറയും, നീ അയാളെ പേര് വിളിക്കാൻ വളർന്നു എന്ന്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തുടക്ക സമയങ്ങളിലൊക്കെ എന്നെ സാറെന്നല്ലാതെ വേറെ പേര് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ ആ ഒരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ വന്ന് ഇപ്പം ഡോക്ടറായിട്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സാറെന്നല്ലേ വിളിക്കുന്നത്. എനിക്ക് ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി ഞാൻ ചെയ്യുന്നത് ഇപ്പം എനിക്കത് ശരിയല്ലെന്ന് തോന്നിയിട്ട് എന്നെ പേര് വിളിക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ച് പേര് വിളിക്കുന്നതായാലും ഓക്കെ ആണ് എന്നുള്ള രീതി. പക്ഷേ എന്നെ പോടാമെന്നൊന്നും റാൻഡമായിട്ട് ഒരാൾ വന്ന് വിളിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല. അത് വേറെ. ഇപ്പം പേര് വിളിക്കുന്നത് തന്നെയാണ് നല്ലത്. സാറെന്ന് വിളിക്കുന്നതും അവർക്ക് ഭയങ്കര അതോറിറ്റിയാണ്. എന്നുവെച്ചാൽ അല്ല, മിക്ക പോലീസുകാരുടെയും വിചാരം അവർക്കൊരു അധികാരമുണ്ട്, എന്തോ ഒരു അതോറിറ്റി ഉണ്ട്. ഒരാളെ കയറി ഡാന്ന് വിളിക്കണമെങ്കിൽ അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആണ് ഒരാളെ. പലപ്പോഴും പോലീസുകാർ ഈ സിറ്റിസൺസ് ആണ് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്നുള്ളൊരു കാര്യം പലപ്പോഴും പോലീസുകാർ മറന്നു. പോലീസിന്റെ ഡ്യൂട്ടിക്കകത്ത് വരുന്നത് സിറ്റിസൺസിന്റെ നീ ആ ഡെഫിനിഷൻ നോക്കി, പോലീസിന്റെ ജസ്റ്റ് ഒന്ന് നോക്കി. അല്ല, ആ ഡെഫിനിഷൻ എടുക്കേണ്ട കാര്യമില്ല. ഒരു ഗവൺമെന്റ് നിശ്ചയിക്കുന്ന, അതായത് ഒരു ഗവൺമെന്റ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്, കുറെ ആൾക്കാരുടെ ഒരു പോപ്പുലേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. എന്തിന് ഇത്രയും ആൾക്കാരെ ഒരു സിസ്റ്റത്തിലേക്ക് ഹാൻഡിൽ ചെയ്ത് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഗവൺമെന്റിന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാതിരിക്കാനും അത് കൺട്രോൾ ചെയ്യാനുമാണ് പോലീസുകാരെ നിയമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പോലീസുകാരെ ഫണ്ട് ചെയ്യുന്നത് ആരാ? നമ്മൾ കൊടുക്കുന്ന ടാക്സിലാണ് ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. ആ കാശ് വെച്ചിട്ടാണ് പോലീസുകാരെ നിയമിച്ചേക്കുന്നത്. എന്തിന്? നമുക്ക് ഈക്വലായിട്ട് പോലീസിന്റെ ആവശ്യം ആ സിസ്റ്റം സ്മൂത്തായിട്ട് കൊണ്ടുപോകുക. സിസ്റ്റം എന്തിനാ സ്മൂത്തായിട്ട് കൊണ്ടുപോകുക? ഈ സിസ്റ്റത്തിന് വെളിയിൽ ഒരുത്തൻ പോയി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് സിസ്റ്റത്തിലുള്ള ആൾക്കാരെ മൊത്തം ബാധിക്കും എന്നുള്ളതുകൊണ്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് പോലീസുകാരുള്ളത്. അതായത് നിയമം പാലിക്കുന്നത് വഴി ഇപ്പം ഒരുത്തന് എല്ലാവരും ഇടിക്കണമെന്ന് തോന്നുന്നു, ആ ഇടി കൊള്ളുന്നവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇടിക്കുന്നവനെ ഒരു ശിക്ഷിച്ച് അങ്ങനെ കൺട്രോൾ ചെയ്ത് ആ ഒരു സംഭവം. അതായത് എല്ലാവരും സമാധാനത്തോടെ പോകണമെന്നാണ്. പക്ഷേ പോലീസുകാർ തന്നെ ഈ സിറ്റിസൺസിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ഒരാളെ കയറി ഡാന്ന് വിളിക്കുക, നിർത്തടാ, പോടാ, ഇതൊക്കെ അത് തന്നെ ബേസിക് റെസ്പെക്റ്റ് പോവുക. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ചാൽ എന്നാലോചിച്ചാൽ അവർ നമ്മളെ നോക്കേണ്ട ആൾക്കാരാണ്. അവർ തന്നെ നമ്മളെ മോശമായിട്ട് അടിക്കുന്നതിനെക്കാട്ടി ഒരു റാൻഡമായിട്ട് പോകുന്ന ഒരു തന്നെ ഡാന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ മുടി വളർത്തുന്നത് തെറ്റാണെന്ന് പറയുന്നത്. ഈ ആക്ഷൻ ഹീറോ ബൈജു എന്ന് പറയുന്ന പടം കണ്ടിട്ടില്ലേ? അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലതാണ്. പക്ഷേ ഒരുത്തൻ മുടി വളർത്തുന്നതിന് എന്തോ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് അവൻ്റെ ചേട്ടൻ വരും, അവനും മുടി വളർത്തി. ഇവൻ്റെ ആരാ? നിൻ്റെ ചേട്ടൻ. പിന്നെ നീ അവനെക്കാട്ടി മോശമാണ് മുടി വളർത്തുന്നത് തെറ്റാണോ? അത് അവരുടെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ്, അതായത് അതൊരു പേഴ്സണൽ സംഭവം അവരുടെ പ്രൊഫഷനിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. അത് റിഫ്ലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പലപ്പോഴും അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് മറന്നുപോയി. അവരുടെ ഡ്യൂട്ടി മൊത്തത്തിൽ അവർ മറന്നു നടക്കുക. അവർ പറയുന്ന റീസൺസ് എന്ന് പറയുന്നത് അവർക്ക് ആളില്ല എന്ന് വെച്ചാൽ ഏതൊരു സെൻറ്ററിന് ഇത്രയും കുറച്ച് പോലീസുകാരും ഉണ്ട് ഈ കേരളം മൊത്തം ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അതൊരിക്കലും വേറൊരു സിറ്റിസൺസിന്റെ മുതുകത്ത് കയറാനുള്ള ലൈസൻസ് ഒന്നുമല്ല. ഇപ്പം ഒരാൾ നടന്നു പോകുന്നു, ഒറ്റൊരുത്തനേ ഉള്ളൂ, 5 പോലീസുകാരുണ്ട്, അവനെ ഡാന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ആ ഡാന്ന് വിളിക്കാതെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടാകാൻ പോകുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഈ പോലീസുകാരുടെ സംഭവം യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പോലീസുകാരെ നമ്മളെന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാണല്ലോ, നീ അല്ലേടാ അതൊക്കെ കാണുമായിരിക്കും. എനിക്കറിയാം, ഇപ്പം കാണുമായിരിക്കും. ഇപ്പം ആരെങ്കിലും ഒക്കെ ഇത് പറയുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. എനിക്ക് പൊളിറ്റിക്കൽ സംഭവങ്ങളിൽ ഇടപെടാത്തതാണ് നല്ലത്. നമുക്ക് പേഴ്സണലായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ധൈര്യം എന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനല്ലടാ, എനിക്ക് നമ്മൾ ഇങ്ങനെ ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് നമ്മുടെ ലൈഫേ ഇത് പോവുള്ളൂ.
ഇത് തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് തന്നെ. എല്ലാവരും ശരി, ചിലവർ അതിന് ഓപ്പോസിറ്റ് ചിന്തിക്കുന്നുണ്ട്. അവർ ഇതിനനുസരിച്ച് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യും. അതിൻ്റെ ബെനിഫിറ്റ് അടുത്ത ജനറേഷൻ അനുഭവിക്കും. ഇപ്പം നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഈ നമ്മൾ വോയിസ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആരാണോ സംസാരിച്ചത് അവരൊക്കെ നമ്മുടെ മുതുകത്ത് കയറും. നമുക്ക് ആകെ ഒരു 75 വയസ്സ് വരെ ലൈഫ് സ്പാൻ ഉള്ളൂ. ആ ലൈഫ് സ്പാൻ ഇവർ റൂയിൻ ചെയ്യും. എന്തിനാ? എനിക്കത് റൂയിൻ ചെയ്യാൻ ആഗ്രഹമില്ല. എനിക്ക് ഇതേപോലെ മനസ്സമാധാനത്തോടെ ജീവിക്കണം. ശരിയല്ലേ? എൻ്റെ പർപ്പസ് അതല്ല. എനിക്ക് അതിനെതിരെ ശബ്ദം ഉയർത്തണ്ട, പോലീസ് എനിക്ക് ഉയർത്തണ്ട, എനിക്ക് ആഗ്രഹമില്ല. അതാണ് പോലീസിൻ്റെ എഫക്റ്റ്. എങ്ങോ എവിടെയോ ഇരിക്കുന്ന ഒരുത്തൻ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഫിയർ ഉണ്ടാക്കുന്ന വേറൊരു സാധനമില്ല. ഒന്ന് ആലോചിക്കുക, നമ്മളെ പോലീസ് പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇല്ല, നീ ഇനി നാട്ടിൽ പോകുന്ന വെച്ചോ, ഊട്ടി എവിടെ ആയിക്കോട്ടെ, ഇനി നമ്മൾ ഡോക്ടേഴ്സാണ്. എന്നിട്ട് പോലും നമ്മൾ ഇത്രയും പേടിക്കുന്നുണ്ടെങ്കിൽ അന്നേരം പാവപ്പെട്ട ജനങ്ങൾ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ആലോചിച്ച് നോക്കി, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആരും പറയത്തില്ല. അന്നേരം ഈ എവിടെ പറയപ്പെടുന്നത്? കമൻറ്റ് കയറി ആരെങ്കിലും പറയുന്നുണ്ടാവും. അല്ല, ഞാനിതൊരു പോലീസിനെതിരെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഒരുത്തൻ മോശമായിട്ട് ബിഹേവ് ചെയ്ത് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം തീരത്തില്ല. ഒന്ന് ആലോചിക്കൂ, ഏതെങ്കിലും പോലീസിനെ ഇടിച്ചവൻ നല്ലപോലെ നടന്നിട്ടുണ്ടോ? എനിക്ക് അറിയില്ല. ഇടിച്ചു കൂട്ടുമെന്ന് വെച്ചാൽ കൂടുള്ളവരെല്ലാവരും പോലീസിനെ എന്തിനു തൊട്ടു ഏത് തൊട്ടൊന്നുമല്ല, പോലീസിനെ തൊട്ടോന്ന് ചോദിച്ചിടിക്കും. അതിന് നമ്മളൊത്തിരി ഭയങ്കര ലോകത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ നോർമലായിട്ടൊരു ലൈഫ് നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് തന്നെ ഇവിടെ എവിടെയോ ഇരുന്ന് നമ്മൾ പറയാൻ നമുക്ക് പേടിയാവുന്നു. എന്നിട്ട് സാധാരണയുള്ള ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് പേടിയുള്ളതുകൊണ്ട് എനിക്കും പേടിയുണ്ട്, പേടിയില്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ. അത്രയ്ക്ക് എഫക്റ്റ് ഒരുത്തനല്ല ഉണ്ടാക്കുന്നത്, ഒരു സിസ്റ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് ആ സിസ്റ്റം, എന്ത് ഭീകരമാണ് ആ സിസ്റ്റം. നീ പറയുന്നില്ലേ 75 വയസ്സ് വരെയുള്ള ലൈഫിൽ ഞാനിത് ചിന്തിച്ചിട്ടുണ്ട്. ഇതേ സെയിം സാധനം എനിക്ക് മുമ്പ് ഇത് വിട്ട് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാനും അന്ന് ഇതേ സെയിം സാധനം ചിന്തിച്ചിട്ടുണ്ട്. 75 വയസ്സ് വരെ ജീവിക്കുന്ന ജീവിതത്തിൽ ഇവരുമായിട്ട് ബഹളം ഉണ്ടാക്കി എന്തിനാ എൻ്റെ സമാധാനം കളയുന്നതെന്ന്. പക്ഷേ ഇവാൻ വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചത് എൻ്റെ ജീവിതം 75 വയസ്സ് വരെ ആണോ എന്നുള്ളത്. ഇപ്പം ഈ പോലീസുകാരല്ല, ഇപ്പം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പം എനിക്ക് മോൻ വന്നതിന് ശേഷം ഞാൻ ചിന്തിച്ചുള്ളൂ, എല്ലാവരും നമ്മൾ മക്കളായിട്ട് കാണുന്ന അങ്ങനെയല്ല. ഇപ്പം എൻ്റെ സീനിയേഴ്സ് അവർക്ക് എല്ലാവർക്കും മക്കളുണ്ട്. അവർക്ക് ആ മക്കളുള്ള സ്നേഹം ഇവനും അത്രയും പ്രായമുള്ളൂ അല്ലെങ്കിൽ അതേ കൂട്ടാണ് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ മക്കൾ വരുമ്പം ഈ സൊസൈറ്റി നന്നായിരിക്കണം എന്ന് ചിന്തിക്കുന്നൊരു തോട്ട് വരുമല്ലോ. ഇപ്പം നീ ഇപ്പം പറയുന്നില്ല എനിക്ക് ആ പാടെ 75 വയസ്സ് വരെ ജീവിച്ചാൽ മതി, അതിനിടയ്ക്ക് പ്രശ്നങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു നോർമൽ ലൈഫ് സ്പാൻ 75 അതിനകത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള ഇത് നല്ല ചിന്തയാണ്. പക്ഷേ ഈ 75 വയസ്സ് വരെ അല്ല ജീവിതം. മക്കളുള്ളവർ, അവരുടെ മക്കൾ, ഒരു ജനറേഷൻ മുന്നോട്ട് ഉണ്ട്. അവിടെ ഒന്നും ആൾ ഫിസിക്കലി മരിക്കുന്നുണ്ടെങ്കിലും അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവർ ഇങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ വരുമ്പം, എൻ്റെ മോനൊരു അത്യാവശ്യം വെളിയിലൊക്കെ ഇറങ്ങാൻ പ്രാവുമ്പം അവൻ ആരാലും കൊണ്ട് ഡിസ്റെസ്പെക്റ്റ് ആവരുത്. അവനിപ്പം ഡോക്ടറാവണോ ഡോക്ടറാവണമെങ്കിൽ അവൻ ഹെക്റ്റിക് ഡ്യൂട്ടീസ് എടുക്കരുത്. അവനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഞാൻ സ്കൂളിൽ അനുഭവിച്ചത് അതിനെൻ്റെ മോൻ അനുഭവിക്കരുത്. എന്തൊക്കെയാണോ എനിക്ക് ശരിയല്ല സ്കൂളിൽ നടക്കുന്നത് അതിനെല്ലാം ഞാൻ അവന് വേണ്ടി നിൽക്കും. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ വേണ്ടി. ഇപ്പം PG ലൈഫിൽ ഇപ്പം അവൻ PG എടുക്കുന്നതെന്ന് വെച്ചു, അറിയില്ല അവൻ്റെ ഇഷ്ടത്തിന് അവൻ എന്തെങ്കിലും PG എടുക്കുന്നു, അവൻ അവിടെ ഹെക്റ്റിക്കാണ്, ഞാൻ അവിടെ പോയി ബഹളം ഉണ്ടാക്കും. എൻ്റെ മോൻ അതുകൂട്ട് എല്ലാവരും അവരുടെ മക്കൾ അവരുടെ ലൈഫ് സെറ്റാവണമെന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നില്ല. മക്കളില്ലാത്തവരോ? അത് ഒരു പോയിൻ്റാണ്. അല്ല, ഞാൻ പറയുകയാണ് ജസ്റ്റ്. ഇല്ല, ഇതിപ്പോൾ നമ്മൾ ജനറലി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മക്കളില്ലാത്തവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതിനെക്കാട്ടും അപ്പുറം ഒരാൾ അവരുടെ നന്നായാൽ മതി. അവര് റേസ് ചെയ്യുന്ന ആൾക്കാരെയും സെൽഫ് വാല്യൂ. നീ ഇങ്ങനെ ചിന്ത, മക്കളില്ലാത്തവർ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. മക്കളില്ലാത്തവർ
ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർ സ്നേഹിക്കുന്ന ആൾക്കാർ ജീവിക്കുന്ന സൊസൈറ്റി നന്നായിരിക്കണം, അത്രയും ചിന്തിച്ചാൽ മതി. അവർ സ്നേഹിക്കുന്ന ആൾക്കാർ, ഇപ്പം പോലീസുകാരായാലും അവരുടെ മക്കളായാലും, ഇപ്പോൾ ഈ പോലീസുകാർ, ഇപ്പം ഞാനായാലും നാളെ ജീവിച്ചിരിക്കുന്നു, ഇപ്പം ഞാൻ പോലീസുകാരനാണെന്ന് വെച്ചു, ഞാൻ നാളെ ജീവിച്ചിരിക്കുന്നു, നാളെ രാവിലെ വരെ ജീവിച്ചിരിക്കുന്ന ഉറപ്പുള്ള ആളാണ്. യേശുക്രിസ്തുവിന്റെ ഇതാണ് ഓർമ്മ വന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ നമ്മൾ ഓർമ്മയുണ്ടോ ഈ തൃശ്ശൂർ PC തോമസിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് രഞ്ജിത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ പോയത് ബസ്സിനകത്ത്? നമ്മളെ കൊണ്ടുപോയി രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത്. എന്നിട്ട് രഞ്ജിത്ത് ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഇതുവരെ ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്, അതിന് മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ നിന്നെപ്പോലെ നിൻ്റെ അയൽവാസിയെ സ്നേഹിക്കുകയെന്ന്. പക്ഷെ രഞ്ജിത്ത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഓപ്പണായി. നിന്നെപ്പോലെ നിൻ്റെ അയൽവാസിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതിനു മുമ്പ് ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് രഞ്ജിത്ത് പറയുമ്പോഴാണ് ഞാനത് ഇത് വലിയൊരു വേർഡാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെ ഇപ്പം ഈ പോലീസുകാരായിക്കോട്ടെ ആരായിക്കോട്ടെ, അവർ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള സമയത്ത് നമ്മുടെ കുടുംബത്തിനും നമ്മളുള്ളവർക്ക് എല്ലാവർക്കും റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അത് കിട്ടണം. നമ്മൾ പോയി കഴിഞ്ഞാലും, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മളുടെ ഫാമിലിയും നമ്മൾ സ്നേഹിക്കുന്നവരും സേഫ് ആയിരിക്കണം. ദേ ഷുഡ് നോട്ട് ബി ഡിസ്റെസ്പെക്റ്റഡ്, ദേ ഷുഡ് ഹാവ് എ ഗുഡ് ലൈഫ്. അങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ അതോറിറ്റി വെച്ച് അവൻ്റെ ഫാമിലി എല്ലാം ഹാപ്പി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ജീവിക്കുന്നതെന്ന് വെച്ചു, അവനില്ലാത്ത സമയത്തും അതേപോലെ പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ അതങ്ങനെ പോവുമോ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഇത്രയും വർഷം ഇവർ ഇത്രയും ജനങ്ങൾക്ക് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്ത് അവർക്കത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഉറപ്പായിട്ടും 2-3-4 ജനറേഷൻ എടുക്കും. ജനറേഷൻ എടുക്കുന്നതല്ല, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്ത് തുടങ്ങണം. കാരണം അവർ ശീലിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇങ്ങനെ പണ്ട് പലപ്പോഴും ചിലപ്പോൾ ഈ മാറ്റങ്ങൾ വരാത്തതിന് കാരണം അവരുടെ ഉള്ളിലുള്ള തോന്നലാണ്. അതായത് അവരുടെ വർക്കിംഗ് അവേഴ്സ്, നമ്മൾ ഇത്ര നേരം വർക്ക് ചെയ്യുന്നുണ്ട്, നീ പോലീസുകാരുടെ ഡ്യൂട്ടി അവേഴ്സ് അറിയാവോ? അവർക്ക് ഡ്യൂട്ടി അവേഴ്സ് ഇല്ല, 24 മണിക്കൂറും ഓൺ ഡ്യൂട്ടിയാ, ഫീൽഡ് വർക്കാണ്, എപ്പോൾ വേണമെങ്കിലും പോകണം, എപ്പോൾ വിളിച്ചാലും പോകണം, ഒരുപാട് ഡെഡ് ബോഡീസ് അറ്റൻഡ് ചെയ്യണം, ആത്മഹത്യാ കേസുകൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ അവരുടെ ഡ്യൂട്ടി അവരുടെ ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഒരു വർക്കിംഗ് അവേഴ്സിൽ ഇപ്പോൾ നിനക്കാണെങ്കിലും നിനക്ക് 24 hours, പക്ഷെ നിനക്ക് ഒരു ഉറപ്പും 24 hours കഴിഞ്ഞ് നീ റിലീവ് ആവാം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ. പക്ഷെ അവർക്ക് അങ്ങനെയല്ല, എപ്പോൾ മറ്റേത് അവസാനിക്കുന്നു പക്ഷെ പിറ്റേ ദിവസം കൃത്യസമയത്ത് ഡ്യൂട്ടി ടൈമിന് കയറണം. അത് കഴിഞ്ഞ ദിവസമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഓണത്തിന് അവർക്ക് പേഴ്സണൽ ലൈഫില്ല, ഓണത്തിന് അവധിയില്ല, ക്രിസ്മസിന് അവധിയില്ല, ഒന്നിനും അവധിയില്ല. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവർ ഈ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവരുടെ മെൻ്റൽ സ്ട്രെസ്സും അക്കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അഗ്രസീവായി പോണതും പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. പക്ഷേ അതൊരിക്കലും ജസ്റ്റിഫയബിൾ അല്ലെന്നല്ല. അതിന് ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് സാധനവും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്തരം കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു പാട്ട് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഇപ്പം രണ്ടാൾക്കാർ, ഒരു പോലീസുകാരൻ, അത് ഏതെങ്കിലും ഒരു നല്ല പൊസിഷൻ ഇരിക്കുന്ന ഒരുത്തനായിക്കോട്ടെ, വരുന്ന് ഇതൊരു പ്രൊബബിലിറ്റി പറയുക, അയാൾ ഭയങ്കര ടയേർഡാണ്, എക്സോസ്റ്റഡാണ്. ഒരു നോർമൽ ഒരു കോമൺ ലേമാൻ വരുന്നു, അയാളുടെ ഇഷ്യൂ ആയിട്ട് വരുന്നു, അയാളുടെ ബിഹേവ് ചെയ്യുന്ന രീതിയും ആ സമയത്ത് വേറെ ഭയങ്കര അതോറിറ്റി ഉള്ള വെള്ളം ഇട്ട് ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ ഭയങ്കര പവറുള്ള അയാളെ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ഒരാൾ വരുന്നു, ഈ സെയിം എക്സോസ്റ്റഡ് ആൾ രണ്ടുപേർക്കും ബിഹേവ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. ആണോ? അല്ല, താഴെ ഉള്ളവൻ്റെ അടുത്തായിരിക്കും അവൻ്റെ ഫ്രസ്ട്രേഷൻ കാണിക്കുക, മറ്റവനത് കാണിച്ചു കഴിഞ്ഞാൽ അവന് തിരിച്ച് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് അധികാരം. അതാ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ PG ലൈഫിൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്, ഭയങ്കരമായ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ കമ്പയറബിളി എന്നെക്കാട്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. ഞാൻ പിന്നെ 1-2 24-48 ഒക്കെ മാക്സിമം എടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്, 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. 48 അല്ല, അതിന് മേളിൽ പോയിട്ടുണ്ട്. പക്ഷേ 3 ദിവസം 4 ദിവസമൊക്കെ എൻ്റെ MBBS ടൈമിൽ എൻ്റെ PGs 3-4 ദിവസം കണ്ടിന്യൂസ് നിൽക്കുന്നത്, അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്നേരം ഇപ്പം ഞാൻ ഡോക്ടറായി, ഞാൻ എൻ്റെ PG കഴിഞ്ഞ് ഞാൻ കൺസൾട്ടൻ്റ് ആവുമെന്ന് വെച്ചു. ഞാൻ കൺസൾട്ടൻ്റ് ആകുമ്പോൾ ഞാനും ഇതുകൂട്ട് തന്നെ ചെയ്യുക. എൻ്റെ ജൂനിയേഴ്സ് കിടന്ന് കഷ്ടപ്പെടണം, അല്ല ഒന്നെങ്കിൽ അതിനൊരു
ആൾബലം കൊണ്ടുവരണം, അല്ലെങ്കിൽ ജൂനിയേഴ്സ് മാത്രം ഉള്ളെങ്കിൽ ജൂനിയേഴ്സ് മാത്രം കഷ്ടപ്പെടണം എന്ന് ഞാനും ചിന്തിക്കാൻ തുടങ്ങുമെങ്കിൽ ഈ സിസ്റ്റം അതേപോലെ പോകും. ഇപ്പോൾ എൻ്റെ സീനിയേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, PG ലൈഫിൽ ഫാമിലി ലൈഫ് ഇല്ല. എൻ്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ ലീവ് എടുക്കാൻ പറ്റത്തില്ല, PG ലൈഫിൽ ലീവില്ല, ഫാമിലി ലൈഫില്ല. അത് എനിക്ക് ഭയങ്കര വിഷമമായി. എന്ന് വെച്ചാൽ ഫാമിലി ഇവരെല്ലാവരും ഇതിൽ കൂടെ കടന്നു പോയവരാണ്. അതേ സാധനം താഴെയുള്ളവർക്കും കൊടുക്കണമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്നില്ല. അവിടെ പിന്നെ അവിടെ ഉണ്ടാകുന്നത് ഹാപ്പിനെസ്. എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരുണ്ട്. അവൾ പഠിക്കുന്ന PGയിൽ ഒരു ടോക്സിക്കും അല്ല. ടോക്സിക് എന്നല്ല, അവൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. അന്നേരം കൊടുക്കാൻ പറ്റും, ആർക്കാ പറ്റുന്നത്? അനുഭവിച്ചത് എൻ്റെ താഴോട്ടുള്ളവർക്കും കൊടുക്കുമെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം രക്ഷപ്പെടത്തില്ല. അനുഭവിച്ചവൻ എൻ്റെ താഴെയുള്ളവന് കൊടുക്കരുതെന്ന് ചിന്തിക്കുന്നിടത്ത് സാധനം രക്ഷപ്പെടും. ഇപ്പോൾ എൻ്റെ സീനിയേഴ്സ്, ഞാൻ MBBS പഠിക്കുമ്പോൾ എൻ്റെ സീനിയേഴ്സ്, അതിനേക്കാൾ ഉപരി ഇതിപ്പോൾ നിങ്ങളുടെ വർക്ക് ലൈഫ് ഇപ്പോൾ ഈ MBBS കഴിഞ്ഞ ആൾക്കാരുടെ, PGക്ക് പഠിക്കുന്ന ആൾക്കാരുടെ, ഈ പോലീസുകാരുടെയൊക്കെ വർക്ക് ലൈഫ് ബാലൻസിങ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രെസ് ബാക്കിയുള്ളവനിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതി കുറയും. അതിന് ചെയ്യേണ്ടത് ആരാ? അതിന് ചെയ്യേണ്ടത് മേളിലോട്ടുള്ളവരാ. ഇപ്പൊ ഈ കോൺസ്റ്റബിളായിട്ട് ഒരാൾ കയറുന്നു, അവൻ SI ആവുന്നു, CA ആവുന്നു. മേളിലോട്ടുള്ളവരല്ല, നമ്മുടെ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം നീ ഒന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോലീസിലുണ്ട്, മേളിലോട്ടുള്ളവർ റാഗ് ചെയ്യും, ചൊറിഞ്ഞ് കാണിക്കും. അവന്മാർക്ക് ചൊറിയാതിരിക്കാം. ഇപ്പം ഒരു പബ്ലിക് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നതും അതിൻ്റെ പുറത്ത് വെറുതെ ചുമ്മാതെ ചൊറിയാൻ വേണ്ടി കഷ്ടപ്പെടുത്തുന്നതും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിക്കുന്ന റാഗിങ്ങിനെ പറ്റിയിട്ടല്ല, അല്ല ഈ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം വരുന്നില്ല. എന്ന് പറയുന്ന സാധനത്തിന്റെ മേജർ കഴമ്പും ഈ ഡ്യൂട്ടി ടൈം ആയിരിക്കാം. ഞാൻ ഡെന്റിസ്റ്റാണ്. നമ്മുടെ PG ലൈഫിൽ ഇപ്പോൾ നിന്റെ PG ലൈഫിന്റെ അത്രയും സ്ട്രെസ് ഇല്ല. താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ല എന്നല്ല, സ്ട്രെസ് ഉണ്ട്. PG എടുത്ത എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല സ്ട്രെസ്സിനെ പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും നിന്റെ അത്രയും, അല്ലെങ്കിൽ ഒരു MBBS കഴിഞ്ഞിട്ട് PG ചെയ്യുന്ന ആ ഒരു സ്ട്രെസ് ഇല്ല BDS കഴിഞ്ഞിട്ട് PG ചെയ്യുന്ന ആൾക്കാരിൽ. എന്തുകൊണ്ടാ? നൈറ്റ് ഡ്യൂട്ടി ടൈം മേജർ സ്പെഷ്യാലിറ്റി OMFS ഉണ്ടാവും. പക്ഷെ അല്ലാത്ത സ്പെഷ്യാലിറ്റിയിലൊന്നും ഈ 24 hours അങ്ങനത്തെ ഒന്നുമില്ല. അത് ചിലപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ ഈ BDSന്റെ PGയിൽ അനുഭവിക്കുന്നതിന്റെ സ്ട്രെസ് കൂടുതലും അതിന്റെ ബേസിലല്ലേ HODമാര് ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ഈ സാധനം. ഇപ്പം നമ്മളിപ്പം ഇപ്പം എനിക്ക് എൻ്റെ പേഷ്യൻസിന്, എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ദേഷിക്കാറില്ല, റൂഡായിട്ട് ബിഹേവ് ചെയ്യാറില്ല. എല്ലാവരെയും ഒരേപോലെ കാണാൻ ട്രൈ ചെയ്യാറുണ്ട്, എല്ലാവരും ഒരേപോലത്തെ ബിഹേവ് ചെയ്യാനും ട്രൈ ചെയ്യാറുണ്ട്. എത്ര ജോലി എടുത്താലും ഇപ്പം അത്യാവശ്യം ഹോസ്പിറ്റലിൽ എല്ലാ പേഷ്യൻസും, ചില പേഷ്യൻസൊക്കെ എന്നെ ഓർത്തിരിക്കുകയാണ്, ഞാൻ അനസ്തേഷ്യയാണ്, ഒരു ട്രീറ്റ് ചെയ്യുന്ന ആളല്ലേ, ഞാൻ ട്രീറ്റ് ചെയ്യുന്നവരെ അറിയുന്നത് പോലും ഇല്ല. മനസ്സിലായോ? ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു നേഴ്സ് വന്ന് പറഞ്ഞു, സാറിൻ്റെ നമ്പർ ഒന്നോ, ഒരു പേഷ്യൻറ്റ് OBGന്ന് വന്ന് സാറിനെ തിരക്കിയിട്ട് പോയി, അവർ ഡിസ്ചാർജ് ആവുക, സാറിനെ കണ്ടിട്ട് പറഞ്ഞിട്ട് പോകണമെന്ന്. വേറൊരു സ്ഥിരമായിട്ട് വരുന്ന ഒരു 2 പേര് അവരെപ്പോഴും വന്നു എന്ത് ഹാപ്പി ആയിട്ടായിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. ഭയങ്കര എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവർ കണ്ടിട്ട് പോലുമില്ല. നിനക്കറിയാലോ, ഞാൻ എപ്പോഴും എക്സോസ്റ്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാനങ്ങനെ ആരുടെ എൻ്റെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഒന്നുമല്ല, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ബിഹേവ് ചെയ്യുന്ന കാര്യം. പക്ഷേ എനിക്ക് ഇത്രയും 100 പേഷ്യൻസിനെ നോക്കിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എക്സോസ്റ്റഡ് ആവും, അതൊരു പാർട്ട്. പക്ഷെ നമ്മളെ വാക്കുകൾ കൊണ്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തില്ലേ? നമ്മളിപ്പം 2-3 ദിവസം വർക്ക് ചെയ്താലും നമ്മൾ ഒരാളുടെ ഒരു വാക്കിൽ നമ്മൾ തളർന്നു പോകും. മനസ്സിലായി? നമ്മൾ കുറേ വർക്ക് ചെയ്ത് അല്ല വിഷമിപ്പിക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻസിനെ നോക്കി നമ്മൾ എക്സോസ്റ്റഡ് ആയാലും നമുക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ ഇതൊക്കെ കണ്ട് നമ്മൾ ഇപ്പം മിസ്റ്റേക്സ് ഒത്തിരി ഉണ്ടാക്കാറുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ നമുക്കൊരു അപ്രീസിയേഷൻസ് വേണം എപ്പോഴും. നമ്മൾ ഒത്തിരിയും ചെയ്യുന്നുണ്ടെന്ന് ഒന്നും പറഞ്ഞ നമ്മുടെ വിഷയം അല്ല, തെന്നി എടാ ഫ്രീഡത്തിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ സീനിയറായിട്ടുള്ള പോലീസ് ഓഫീസർ നീ പറഞ്ഞില്ലേ, എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നവർ കാണുമല്ലോ,
ഇപ്പം താഴോട്ടുള്ളവരടുത്ത് ആ ഒരു മെൻ്റൽ ടോർച്ചർ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്, വർക്കിനെക്കാട്ടി ഭയങ്കരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം വർക്ക് ചെയ്യുന്നതുകൊണ്ട്. നമ്മളത് എൻജോയ് ചെയ്ത്, ഇപ്പം എലോൺ മസ്ക് എന്ന് പറയുന്നത് 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത്, അവൻ ഹാപ്പി ആയിരുന്നു. അത് വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ കാണും. ഈ വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാരെ തളർക്കുന്നവരും ആരും ഇഷ്ടപ്പെട്ട് പോലീസായിട്ട് വരുന്ന പിള്ളേർ കാണുമായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് സേവനം ചെയ്യണം. ചിലർ PSC എഴുതി ജോലിക്ക് വേണ്ടി കയറുന്നവരുണ്ട്. മിക്കവരും ചിലപ്പോൾ താല്പര്യം ഇല്ലാണ്ട് ജോലി ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെ ഈ സ്ട്രെസ്. അതിൽ പക്ഷേ എനിക്ക് ഇപ്പം ചിലവരുണ്ട്, എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടമാണ്, ഓരോ കേസ് കണ്ടുപിടിക്കുന്ന ഇഷ്ടമാണ് എന്നുള്ള രീതി വരുന്നവരുമാണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ സേവനം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുമാണ്. അവരല്ലാതെ PSC എനിക്കൊരു ജോലി വേണം, ജീവിക്കാൻ ജോലി വേണം എന്നുള്ള ചിന്തിച്ച് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് കയറുന്നവരുണ്ട്. അന്നേരം ഈ ആദ്യത്തെ ആൾക്കാരില്ലേ വർക്കഹോളിക്കായിട്ടുള്ളവർ, അവർ 3-4 മണിക്കൂർ 3 ദിവസം വർക്ക് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ സീനിയേഴ്സിൻ്റെ ഒരൊറ്റ വാക്ക് അവന്മാരെ തളർത്തിക്കളയും. അതിന് ഈ ഈ മെൻ്റൽ പ്രഷർ എന്ന് പറയുന്ന സാധനമുണ്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഹറാസ്മെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ചൊറ കാണിക്കുന്നവർ കാണുമല്ലോ, ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ പറയാൻ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് തന്നെ, അവനെ ചുമ്മാ ഉപദ്രവിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ, അങ്ങനെയുള്ള സീനിയേഴ്സ് ഉണ്ടാവും. അവരൊക്കെ അവരുടെ സ്വഭാവം മാറ്റണം, അല്ലാതൊന്നും അതൊന്നും നമ്മുടെ കൺട്രോളല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെനിക്ക് അത് ഓരോ ആൾക്കാരും പേഴ്സണലി വളർന്നാൽ മാത്രമേ ഇപ്പൊ നീ പറഞ്ഞ സംഭവങ്ങൾ അത് പേഴ്സണലി ഇപ്പം ഞാൻ പറയാം. ഇപ്പൊ ഒരു 40 വയസ്സുള്ള ഒരാള് മറ്റേ ഒരാളെ ദ്രോഹിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അയാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. എടാ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ചിലർ മാറും ചിലർ മാറത്തില്ല, പക്ഷേ സിസ്റ്റത്തിന് മാറ്റാൻ പറ്റും. സിസ്റ്റത്തിന് ഒരാളുടെ പേഴ്സണാലിറ്റി മാറ്റാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം പോലീസിന് എല്ലാവരെയും ഡാന്നാണ് വിളിക്കുന്നതെന്ന് വെച്ചു. ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം, പോലീസ് എല്ലാവരെയും ഡാന്നാണ് വിളിക്കുന്നത്. അപ്പം തന്നെ അതിനകത്ത് അവർ മേളിലായി, ഡാന്ന് വിളിക്കപ്പെടുന്നതും താഴെയും പോലീസ് മേളിലുമായി. അങ്ങനെ അതോറിറ്റി ഉള്ളവനെ കയറിയാണല്ലോ ഡാന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. പോലീസ് അതോറിറ്റി ഉള്ളവനാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഡാന്ന് വിളിക്കുന്നത്. ഡാന്ന് വിളിക്കരുതെന്നുള്ള ഓർഡർ വന്ന് അന്നേരം ഡാന്ന് വിളിക്കുന്നവർ കാണും. ഇവർ സാറെന്ന് വിളിക്കുന്ന ഓർഡർ വന്നോ? ഓർഡറൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഡാന്ന് വിളിക്കുന്ന ഓർഡർ, ഡാന്ന് വിളിക്കരുതെന്ന് ഇതുണ്ട്. സ്ട്രിക്റ്റായിട്ട് പറയുക, എല്ലാ പോലീസുകാരും സിറ്റിസൺസിനെ സാറെന്ന് വിളിക്കണമെന്ന്. അന്നേരം ഇത് അവർക്ക് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വർഷങ്ങളായിട്ട് ശീലിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പക്ഷെ അവർ സ്ട്രിക്റ്റായിട്ട് സാറെന്ന് വിളിക്കണമെന്ന് പറയുന്നത്. കാരണം വെളി രാജ്യങ്ങളെല്ലാവരും സാറെന്നാണ് വിളിക്കുന്നത്. അമേരിക്ക അവിടെയൊക്കെ എല്ലാവരും സാറെന്നാണ് വിളിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സിറ്റിസനെ സാറെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ശരി സാറെന്ന് വിളിക്കുന്ന ആ ഒരു ടോപ്പിക്കല്ല, സാറെന്ന് വിളിക്കുന്നു വെച്ചോ, ആ പയ്യെ അവർ വിളിച്ച് ശീലിക്കുമ്പം അവർ ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് തന്നെ വരും. ജനങ്ങളോടുള്ള റെസ്പെക്റ്റ് അവർക്ക് തന്നെ വരും. അതൊന്നും ഇല്ലാത്തവനും വരും. അത് ശീലിക്കുന്നതില്ല. ആ സമയത്ത് നമുക്കിപ്പോൾ ഒരാളെ കാണുമ്പം ആദ്യമേ ഞാൻ ഒരാളെ സാറെന്ന് വിളിക്കുന്നത് അത് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് മാറ്റാൻ പറ്റും. ഇപ്പം നീ പറയുന്ന ആ ഒരു സംഭവം സിസ്റ്റത്തിന് മാറ്റാൻ പറ്റും. പക്ഷേ അതൊരു മെക്കാനിക്കലായിട്ട് അത് പയ്യെ നമ്മൾ എന്തെങ്കിലും ഇപ്പം ചെയ്താലേ കുറച്ച് നാൾ കഴിയുമ്പോഴും ഇപ്പം നമ്മളിപ്പോൾ ഒരിടത്ത് പോകുന്നു, ഒരു റാൻഡമായിട്ടൊരിടത്ത് പോകുന്നു, നിനക്കൊരാളെ കാണുമ്പം ഒരു കൊച്ചു ചെറുക്കനാ, വെറും പൊടിച്ചെറുക്കനാ, എടാ നീ എവിടെ ഈ ഓടുന്നേ, ജസ്റ്റ് എന്തെങ്കിലും ചോദിക്കാം, നിനക്ക് ഡാന്ന് വിളിച്ച്, അതിനകത്ത് ഡിസ്റെസ്പെക്റ്റ് ഇല്ല, സ്നേഹം കൊണ്ട് വിളിക്കുന്നത്. പക്ഷെ നിനക്ക് ഒരേ പ്രായം തോന്നുന്ന ഒരാളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നും അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം നീ ഒരു ടെർമിനോളജി ഉപയോഗിച്ചായിരിക്കത്തില്ല വിളിക്കുന്നത്. പക്ഷെ നീ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഓൾറെഡി നിനക്ക് നോൺ ആയിട്ടുള്ളൊരു പേഴ്സൺ, നിനക്ക് തന്നെ റെസ്പെക്റ്റ് ഉള്ളവരാണ്, നീ സാറെന്ന് വിളിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ആ സാറെന്ന് പറയുന്ന വേർഡിനകത്തെ റെസ്പെക്റ്റ് വരുന്നുണ്ട്. ഇവർ പയ്യെ ഓരോ കാര്യങ്ങൾ ശീലിക്കുമ്പം ഇവരിപ്പം ഈ നടുക്ഭാഗത്തേക്കോ ഡാന്ന് വിളിക്കുന്നവർക്ക് അവർക്കൊരു ബോധ്യമുണ്ട്, ഞാൻ ഡാന്ന് വിളിക്കത്തുള്ളൂ. പക്ഷെ സാറെന്ന് വിളിക്കാതെ ഈ മിഡിലിൽ നിൽക്കുമല്ലോ, എന്ത് വിളിക്കണമെന്നറിയാതെ ആ ഒരു കൂട്ടമുണ്ട്. അവരെ ഈ ഒരു സെറ്റിനകത്തോട്ട് ആക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ഡാന്ന് വിളിക്കുന്നവൻ വിളിക്കും, ആ ഡാന്ന് വിളിക്കുന്നത് നിർത്തി സാറെന്ന് ഡാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കതാ തോന്നി. ഡാന്ന് വിളിക്കരുതെന്ന് വെച്ചാൽ എന്ത് വിളിക്കുമെന്നറിയത്തില്ല അവർക്ക്. അന്നേരം അതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ വരത്തില്ല ആൾക്കാരുമായിട്ട്. നമുക്കൊരാളോട്ട് എന്തെങ്കിലും അവരെ നമ്മൾ അഭിസംബോധന ചെയ്യണം. ഡാന്ന് വിളിക്കരുതെന്ന് പറയുന്ന റൂൾ കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. പേര് വിളിച്ചാൽ മതി. പേര് വിളിച്ചാലും മതി. പേര് വിളിച്ചാലും മതി. പേര്
പക്ഷെ അത് പേര് വിളിക്കുന്നത് നമ്മൾ കൊച്ചിലേ നാൾ മുതൽ നമ്മുടെ നാട്ടിൽ ശീലിച്ചു വന്ന പേരും അങ്ങനെ ഒരാളെ പേരെടുത്ത് വിളിക്കുക എന്ന് പേര് വിളിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ കാരണം ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ ഒരു മാറ്റമാവട്ടെ. അല്ലടാ, ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രായത്തിന് മുതിർന്ന ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എത്ര പ്രായത്തിന് മുതിർന്നവരാണ് റെസ്പെക്ട്ഫുള്ളി ആയിട്ടുള്ള ആൾക്കാർ? അങ്ങനെ ആരും ഇല്ല. എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രായം കൊണ്ട് കൊടുക്കേണ്ട കാര്യമല്ലെന്ന് എനിക്ക് തോന്നിയത്. പ്രായം കൊണ്ട് കൊടുക്കേണ്ട കാര്യമല്ല. പ്രായം ഒരുപാട് നാൾ ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാള് നമ്മളെക്കാട്ടും വലിയ ഒരാളായി ഒന്നുമില്ല, മാറുന്നില്ല. അങ്ങനെ അല്ല, ചിലപ്പോ നമ്മളെക്കാട്ടും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു റാൻഡമായിട്ട് ഒരാളെ നമ്മൾ കാണുമ്പം ഫസ്റ്റ് അവരുടെ പേരറിയണം, എങ്കിലും നമുക്ക് പേര് വിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ റാൻഡമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ബ്രോ എന്ന് വിളിക്കത്തില്ല. ശരിക്കും റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ, റെസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡെഫിനിഷനാണ്. ശരിയല്ല, അത് പക്ഷേ ഇൻഹെറൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണെന്ന് തോന്നുന്നു. എന്താ നോക്കിക്കേ റെസ്പെക്ട്. Define respect. Respect is the attitude of recognizing the worth, dignity and rights of a person, idea or thing and behaving towards them with consideration, fairness and courtesy. In simple terms, respect means valuing others even when you disagree. നല്ലൊരു ഡെഫിനിഷൻ. നമ്മൾ വിചാരിച്ച റെസ്പെക്ട് അതല്ല റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ. Value even when you disagree. It involves listening, not belittling. മനുഷ്യൻ്റെതായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കുക, അതാണ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ. അതിന് മുകളിലൊന്നുമില്ല. മീൻസ് വാല്യൂയിങ് അതേഴ്സ് ഈവൻ വെൻ യു ഡിസഗ്രി. ഒരാൾ നമ്മൾ പറഞ്ഞ ചിന്തകൾക്ക് ഓപ്പോസിറ്റ് ആക്കി അവനെ ചീത്ത വിളിക്കും ഫസ്റ്റ്. എന്നാലോചിച്ച് അവൻ അന്നേരം നമ്മൾ എന്ത് ഡൗൺ വെറും താഴെ കിടക്കുക റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ. അങ്ങനെയൊക്കെ ഒരാൾ വേറൊരാളുടെ ഒരു ഒരാൾ പറയുന്ന അഭിപ്രായം നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, എന്നിട്ടും നമ്മൾ അയാളോട് റെസ്പെക്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മളെന്നുള്ള ഒരാളെയും നമ്മൾ സംസാരിക്കുന്ന വിഷയം രണ്ടും രണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ പുറത്താണ് ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞ സംഭവം വന്നത്. മനസ്സിലായോ? മനസ്സിലായില്ല. അതായത് നീ നമ്മൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടാവണം. നീ പറയുന്ന കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ നിന്നോട് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും നീയും എന്താണെന്നുള്ളതും നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു വേർതിരിവ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എനിക്കത് ഒട്ടും മനസ്സിലായില്ല. അതായത് ഞാൻ എന്താണെന്നുള്ളതും ഞാൻ സംസാരിക്കുന്ന വിഷയവും തമ്മിൽ മെർജായി. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നിയത്, ഇപ്പം നീ ഒരു കാര്യം പറയുന്നത്, ഞാനും ആ കാര്യം പറയുന്നത്, വി ഡിഫർ ഇൻ ഒപ്പീനിയൻ. അന്നേരം ഞാൻ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വന്ന വഴിയും നിൻ്റെ ജീവിതവും ഭയങ്കര വ്യത്യാസമാണ്. നീ കണ്ട കാര്യങ്ങൾ, കണ്ട ജീവിതങ്ങളെല്ലാം വ്യത്യാസമാണ്. അന്നേരം നിനക്ക് അതിനകത്തൊരു ഒപ്പീനിയൻ ഫോം ചെയ്തിട്ടുണ്ടാവും. ഞാൻ കണ്ട വഴികളും എല്ലാം വ്യത്യാസമാണ്. ഈ സെയിം ടോപ്പിക്കിൽ എനിക്ക് വേറൊരു ഒപ്പീനിയൻ ഫോം ചെയ്തിട്ടുണ്ടാവും. അന്നേരം രണ്ട് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഒരേ കാര്യത്തിൽ രണ്ട് ഒപ്പീനിയൻ ഉണ്ടാവുന്നത് ശരിയാണ് എന്നുള്ളതാണ് എഗ്രി ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെത് ശരിയാണെങ്കിൽ അത് നീ അതുമായിട്ട് മുന്നോട്ട് പോവുക. നിൻ്റെത് ശരിയായതുകൊണ്ട് ഇപ്പം എൻ്റെ ശരി തന്നെ നീ എടുക്കണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. അവൻ നിൻ്റെ ജീവിതം കൊണ്ട് നീ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് നിൻ്റെ ശരികൾ. ആ ശരിയായിട്ട് നിനക്ക് മുന്നോട്ട് പോകാം. എൻ്റെ ശരി തന്നെ ഫോളോ ചെയ്തെങ്കിലേ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അർത്ഥമില്ല. കാരണം ഇത്രയും നാൾ നീ ജീവിച്ചതാ. ഇപ്പോൾ ഒരു ടോക്കിനകത്താണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നത്. ഇത്രയും നാൾ നീ ജീവിച്ച് അത് ഈ ശരി വെച്ച് തന്നെ ഞാൻ ഇത്രയും നാൾ ജീവിച്ച് ഈ ശരിയാണ്. അന്നേരം എൻ്റെ ശരി തന്നെ നീ ഫോളോ ചെയ്തില്ലെങ്കിൽ നീ തകർന്നു പോകുമെന്ന് പറയുന്നത് തെറ്റാണ്. അത് ഇപ്പം മതങ്ങളുടെ കേസിലും അത് തന്നെ. മതങ്ങളുടെ കേസിൽ മാത്രമല്ല, ചിലവർ വിചാരിക്കുന്നത് അവര് ജീവിച്ച പോലെ അല്ല വേറൊരാൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ ചിന്തിക്കുന്നത്. എന്റെ പല കൂട്ടുകാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അതിന്റെ പുറത്താണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് മറ്റേ ആൾക്ക് അംഗീകരിക്കാൻ ഒട്ടും പറ്റണില്ല. ഇതേ സെയിം ഇൻസിഡൻറ്റ് വേറെ രീതിയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഒരു പരിപാടി. അന്നേരം ഞാൻ പോയി ഡാൻസൊക്കെ കളിച്ച്, എന്നുവെച്ചാൽ സ്റ്റേജിലല്ല, നമ്മളെല്ലാവരും കൂടെ താഴെ നിന്ന് ബാക്ക് സ്റ്റേജ് ഡാൻസ് കളിക്കുമല്ലോ. ഭയങ്കര ഡാൻസ്, ഡോക്ടേഴ്സും എല്ലാവരും വലിയ ആൾക്കാരുള്ള സമയത്ത് തന്നെ ഡാൻസ് കളിക്കുന്നത്.
ഭയങ്കര തുള്ളൽ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, ഞാൻ വെള്ളം അടിച്ചിട്ട് ഡാൻസ് കളിച്ചിരുന്നു, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലെന്ന്. മനസ്സിലായോ? അതുവരെ എൻ്റെ ഒരു സീനിയർ സ്റ്റാഫുണ്ട്, സാറ് ഭയങ്കര വെള്ളം അടിയാന്നല്ലോ. ചേച്ചി ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. പിന്നെ ഒരിക്കലും വിശ്വസിക്കുക, ഒരു കാരണവശാലും വിൽക്കത്തില്ല. ചിലവർ ജീവിക്കണ അങ്ങനത്തെ ഒരു സർക്കിളിൽ അവരുടെ വിചാരം വെള്ളം അടിച്ചാലേ ഡാൻസ് കളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. അത് എനിക്ക് എന്താ വെച്ചാൽ ഡാൻസ് കളിച്ച് ഞാനിങ്ങനെ ആടിയാടിയാണ് ഡാൻസ് കളിക്കുന്നത്. ഞാനെന്ന് വെച്ചാൽ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. എന്നിട്ട് എന്ത് വെളിയിൽ നിന്നുള്ളത് തുമ്പോൾ അടിച്ച് ഫിറ്റാണ്. ഇതിനൊക്കറിയാം ഞാൻ വെള്ളം അടിക്കത്തില്ലെന്ന്. ആ ചേച്ചി അംഗീകരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ വെള്ളം അടിച്ചിട്ടും സാർ ഒരു രക്ഷയില്ല, സാറ് ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ല സാറ് വെള്ളം അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാ. അതൊരു എനിക്കതങ്ങ് ചിരിക്കാനുണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. മാത്രമല്ല എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ എല്ലാം ട്രൈ ചെയ്ത്, ഞാൻ ഇത്രയും എക്സ്ട്രോവേർട്ടായിട്ട് നടക്കുന്നില്ല ഹോസ്പിറ്റലിൽ. എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ഭയങ്കര എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്ത്, എന്നിട്ട് ഞാനും അതിൻ്റെ കൂടെ ആടിയും ഒരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അത് അവർക്ക് വിശ്വസിക്കാൻ, കാരണം അവരങ്ങനെ കണ്ടിട്ടില്ല ആരെയും. അതൊരു കാര്യമാണ്. അത് ഈ നമ്മൾ ഈ പറയുന്ന മുതിർന്ന ആൾക്കാർ, ഒരുപാട് ജീവിതം കണ്ടെന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ പറയണത്. അതിനകത്താണ് എനിക്ക് മനസ്സിലായത്, മുതിർന്ന, അതായത് നമ്മളെക്കാട്ട് ഒരുപാട് ഓണം കൊണ്ടിട്ടുണ്ട് ജീവിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ മൈൻഡ് ബ്രോഡാവണമെന്നില്ല. അവരിപ്പോഴും അവരുടേതായിട്ടുള്ള ശരികളിൽ മാത്രമാണ് ലോകം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടല്ല അവർക്ക് വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂവും അംഗീകരിക്കാൻ പറ്റാത്തത്. നീ പറഞ്ഞ ഞാനൊരു കാര്യം പറയാം. സർവമായ കണ്ടേ നീ കണ്ട? അതിനകത്ത് വിനീതിൻ്റെ മോള് ആക്സിഡൻ്റായിട്ട് കിടക്കുമ്പം വിനീതിൻ്റെ മോനെയും കൊണ്ട് വന്നിട്ടൊരു സീനില്ലയോ, വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഞാൻ നിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇറക്കത്തില്ലെന്ന്. പിന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചതും ചിന്തിപ്പിച്ചിട്ടൊരു സീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും അവൻ എത്ര വയസ്സ് കാണും? അവൻ +2 പോലും അല്ല. അത് ഞാൻ ആലോചിച്ചായിരുന്നു, പിന്നെ ഇത് എന്തിന്റെ പുറത്താണ് അവനെ കൊണ്ട് ഡിസിഷൻ അന്നേരം ഞാൻ എന്താ ചിന്തിച്ചതെന്നറിയോ, പിന്നെ എനിക്കത് മനസ്സിലായി. അവൻ സ്നേഹിക്കുന്ന ഒരാളത്, അവൻ്റെ അനിയൻ ചേച്ചി എന്ന് വെച്ചാൽ ജീവനോടെ കാണുന്ന ഒരാളാണ്. ആയിക്കോട്ടെ ഇല്ലേക്കോട്ടെ, അനിയനാണ് അവൻ. അവൻ്റെ പെർമിഷൻ വേണ്ടായോ? അച്ഛനും അമ്മയും മാത്രം പെർമിഷൻ എടുത്താൽ പോരാ, അവൻ്റെ പെർമിഷനും വേണം. അവൻ സ്നേഹിക്കുന്ന ഒരാളാണ്. അവിടെ 18 വയസ്സല്ല, പ്രായത്തിന്റെ മെച്യൂരിറ്റി വയസ്സല്ല നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് എനിക്ക് നിന്നെക്കുറിച്ച് അറിയാം, വിനീതിന് അവൻ്റെ മോനെ അറിയാം, അവൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നതെന്നറിയാം. അന്നേരം ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവൻ ഇൻവോൾവ് ആവണമെന്ന് അവൻ നിർബന്ധമുണ്ട്. അത് ഒരിക്കലും പ്രായം കൊണ്ടല്ല. ഇപ്പോൾ നമ്മളിപ്പം അനസ്തേസിയൊക്കെ ഒപ്പിട്ട് വാങ്ങിയപ്പോൾ 18 വയസ്സിന് മേളിലുള്ളവരുടെ സൈൻ എടുക്കുന്നുള്ളൂ. പക്ഷേ അതല്ല, അതൊക്കെ ഒരു റൂള് പടി കൊണ്ടുവന്ന കാര്യം. ആ സീൻ ഭയങ്കര ഈ സംഭവം ഞാനും തോട്ട് പ്രൊവോക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ 80 വയസ്സുള്ള അപ്പൂപ്പൻ്റെ അടുത്ത് ചിലപ്പം ചോദിക്കണമെന്നില്ല. മനസ്സിലായോ? അത് പ്രായം എന്നുള്ളതൊന്നും ഒരു പരിധിയൊന്നുമല്ല. പോലീസിനെ എതിർക്കാനൊന്നുമല്ല, പോലീസ് അതിന്റെ സിസ്റ്റം മാറ്റണം എന്നുള്ളൊരു സംഭവം. അതായത് പോലീസുകാർ വേറെ കുറെ മനുഷ്യന്മാരുടെ ഫ്രീഡം ഇല്ലാതാക്കുന്നുണ്ട്, അതോറിറ്റിയുടെ പേരിലും അവരുടെ വർക്ക് ലൈഫിന്റെ പേരിലും അവരുടെ സ്ട്രെസ്സിന്റെയും അഗ്രസീവ്നെസ്സിന്റെയും പേരിലും. ആ ഒരു സംഭവം ഒരു സിസ്റ്റം വഴി മാറ്റണം. നീ റെസ്പെക്ട്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നീ അത് എന്ന് വെച്ചാൽ ഒരു ഡോൺ, അതായത് ഒരു ഗ്യാങ്സ്റ്റർ, അവിടെയുള്ള എല്ലാവർക്കും അയാളെ പേടിയായതുകൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. സ്നേഹം കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നതും പേടി കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടാണ്. ഇപ്പോൾ ഒരു പോലീസ് അവിടെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത്? കാരണം ഞാൻ മനസ്സിലാക്കിക്കുന്ന റെസ്പെക്റ്റ് ഇപ്പോൾ ആ റെസ്പെക്റ്റ് അല്ല. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ഹ്യൂമനെ വാല്യൂ ചെയ്യുന്ന ആ സാധനത്തിനാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഗുണ്ടേനെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അവിടെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കാൻ പറ്റും. പേടിയത്, ദാറ്റ് ഈസ് ഫിയർ. ഒരാളെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഈ പോലീസുകാരല്ല എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കുക. അവർ മാത്രം പവർഫുള്ളും അതോറിറ്റിയും ഡിക്റ്റേറ്റർഷിപ്പൊക്കെ എൻജോയ് ചെയ്യുന്നത് അത് തെറ്റാണെന്ന് തോന്നുന്നു.
എങ്ങനെ ഇതൊരു ഔട്ട്ലൈൻ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇപ്പം റെസ്പെക്റ്റ് ഇസ് ലൈക്ക് റെസ്പെക്ടിങ് ദം ഇഫ് ദേ ഡിസഗ്രി ടു യുവർ വ്യൂ. റെസ്പെക്റ്റിനെ വിട്ടാൽ മതി. ഓരോ മനുഷ്യന്മാരെയും അവരുടെ ഇന്റർഫിയർ ചെയ്യാതെ വാല്യൂ കൊടുത്ത് ജീവിച്ചാൽ മതി. പക്ഷെ അതങ്ങനെ ചെയ്യാത്തത് ഇപ്പം മനുഷ്യനെ ചെയ്യാത്തത് മനസ്സിലാകും. അത് ഓരോരുത്തരുടെ, പക്ഷെ ഒരു സിസ്റ്റം ചെയ്യാത്തതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ. ഇപ്പം നീ എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു വെച്ചോ, നീ എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യും, ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കരുത്, എനിക്ക് താല്പര്യമില്ല. നീ വീണ്ടും എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു വെച്ചോ, എനിക്ക് നിന്നിൽ നിന്ന് അകന്നിരിക്കാം, നിൻ്റെ അടുത്ത് പിന്നോട്ട് വരാതിരിക്കാം, നീ ആയിട്ട് മിണ്ടാതിരിക്കുക, ഫുൾ കോൺടാക്റ്റ് കട്ട് ചെയ്യാം, എനിക്ക് പിന്നെ പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ എന്നെ ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത്, ഞാൻ പിന്നെ മിണ്ടാൻ പോകാതിരുന്നാൽ എനിക്ക് പ്രശ്നമില്ല. അത് അവർക്ക് കൂടുതൽ പ്രശ്നമാകത്തേ ഉള്ളൂ, നമ്മളെപ്പോഴും കാണുന്ന ഒരാളാണെങ്കിൽ. പക്ഷേ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സീരിയസ് ഇഷ്യൂ. കാരണം നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിൻ്റെ അടുത്താണ് പോകേണ്ടത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം പോലീസ് നമ്മുടെ അടുത്താണ് വരുന്നത്. അങ്ങനെ ഒരാളുടെ അടുത്ത് നമുക്ക് അതിനകത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുന്നതേ ഭയങ്കര. നിനക്കെന്താ പോലീസ് ഭയങ്കര എവിടെ നിന്നാണ് ഈ ഒരു ഇത് വന്നത് പോലീസുകാരുടെ? കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ എന്നെയോ എൻ്റെ കൂടെ ഉള്ളവരെയോ അല്ലെ എൻ്റെ സമൂഹത്തിലുള്ള ആൾക്കാരെയോ ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഏത് പ്രൊഫഷൻ എടുത്തോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഓൾഡ് സീനിയർ ഡോക്ടേഴ്സൊക്കെ പേഷ്യൻസിൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് റഫായിട്ട് സംസാരിക്കുന്നത്. ഞാനാണ് അതോറിറ്റി, നീ ഇത് കഴിച്ചാൽ മതി, നീ കൂടുതൽ ചോദ്യം ചോദിക്കേണ്ടതെന്ന്. അതൊന്നും അല്ല ഡോക്ടേഴ്സ് ഫോളോ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പോലീസ് എനിക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയിട്ടുള്ളൊരു ഗ്രൂപ്പ് പോലീസാണ്. എന്നുവെച്ചാൽ അവരത്രയും, ഞാൻ ഒരുപാട് ഓർമ്മ, എനിക്ക് അവരെക്കുറിച്ച് എനിക്കൊരു നല്ല കാര്യം തോന്നുന്നൊരു ഞാൻ പറയാം. പണ്ട് ഒരു പെങ്കൊച്ച് മരിച്ച് അസീസിയയിൽ, ഒരു കുഞ്ഞിനെ പോലീസുകാർ കൊണ്ടുവന്നൊരു വിലം കൊണ്ടുവന്ന ഒരാൾ കുത്തിയും കൊന്ന്, ഭയങ്കര വാർത്തയായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച്, പോലീസ് സ്റ്റേഷനിൽ കൺട്രോൾ റൂമിൽ വിളിച്ച്, ഞാൻ പൊട്ടിത്തെറിച്ച് കരഞ്ഞ്. ഞാൻ നിങ്ങളെന്തോ ചെയ്യുന്നത്, എന്തൊക്കെയോ ഞാൻ മോശമായിട്ട് തന്നെ എന്തൊക്കെയോ സംസാരിച്ച്, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെയോ സംസാരിച്ച്. അന്ന് അപ്പുറത്തെ സൈഡിലുള്ളായിരുന്ന ഒരു പയ്യനാന്ന് തോന്നുന്നു. സാർ, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഓവറായിട്ടാണ് സംസാരിക്കുന്നത്, എങ്കിലും ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത്രയും ഇപ്പം നോർമൽ ഒരു പോലീസുകാരൻ്റെ ലെവൽ വെച്ച് അവൻ അത്രയും ഒന്നും കേട്ടോണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ദേ ആർ ബോൺ ആൻഡ് ബോട്ടപ്പ് ലൈക്ക് ദാറ്റ്. ദേ ഡോണ്ട് വോണ്ട് ടു ബി ഗെറ്റ് ഡിസ്റെസ്പെക്ട്. ഒരാൾ ഒരു സിറ്റിസൺ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോടാ എന്ന് പറയാനുള്ള ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ വളർന്നത്. പക്ഷേ ആ പയ്യൻ അന്ന് പറഞ്ഞത് എനിക്ക് പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു നല്ല മൊമെൻ്റ്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ അത്രയും എൻ്റെ സിറ്റുവേഷൻ അത്രയും മോശമായിരുന്നു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ പയ്യൻ അങ്ങനെ പറഞ്ഞു, എന്താ മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ്, സാർ വെച്ചേരെ എന്ന് പറഞ്ഞ് ഞാൻ വെക്കുന്നിടം വരെ അവൻ നിന്ന് കേട്ട്, എന്നിട്ട് അവൻ വെച്ച്. അങ്ങനെ ഞാൻ ഒരാളുടെ അടുത്തുനിന്നും, ഞാൻ പോലീസുകാരെ കുറേ കണ്ടിട്ടുണ്ട്, കുറേയൊന്നുമല്ല, കുറേ നേരിട്ടുണ്ട്. പോലീസുകാരെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ തന്നെയല്ല, അവരിലും നല്ല ആൾക്കാരുണ്ട്. ഞാൻ പറയാം, അതെ എൻ്റെ ജീവിതത്തിൽ നീ ഇപ്പം പറഞ്ഞു പോലീസിനോട് എന്താ എനിക്ക് ഇത്ര ദേഷ്യമെന്ന്. എൻ്റെ ജീവിതത്തിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ പോലീസുകാർ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്ത ഒരു മൊമെൻറ്റ്. അല്ലാതെ അന്നേരം പിന്നെ ഞാൻ എൻ്റെ ജീവിതം കണ്ടിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് മാറി നിൽക്കാം അവരുടെ അടുത്ത് നിന്ന്. പക്ഷേ ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെ മാറി നിൽക്കുന്നത്? എനിക്കൊരു പ്രശ്നം വന്നാൽ ഇവരുടെ അടുത്താണ് പോകുന്നത്. എന്നിട്ട് ഇവരും ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അതല്ല, വേറെ ഒന്നാണ് ഈ ഇരിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ചെയർ. പോലീസ് സ്റ്റേഷൻ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കംപ്ലൈൻറ്റ് പറയാൻ വരുന്നവനും കംപ്ലൈൻറ്റ് ചെയ്യാൻ വരുന്നവനും പ്രതിയും പരാതിക്കാരനും ഒന്നും തെളിഞ്ഞിട്ടില്ല, പ്രതിയാണെന്നോ പരാതിക്കാരനോ, അവർ നിന്നാണ് സംസാരിക്കേണ്ടത്. ഞങ്ങളുടെ ഇത് ഇൻസിഡൻ്റായിട്ട് പറയുമല്ലേ, എൻ്റെ വാപ്പിച്ചായ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അന്നേരം ഓപ്പോസിറ്റ് പാർട്ടി ഈ തെറ്റ് ചെയ്തെന്ന് പറയപ്പെടുന്ന ആൾ വിളിപ്പിച്ച്, അന്നേരം വാപ്പി അവിടെ നിൽക്കുക, ഇയാൾ കസേരയിരുന്നപ്പം പോലീസുകാരൻ പറഞ്ഞ്, നീ എങ്ങനെ അവിടെ ഇരിക്കുന്നത്, നീ എന്തിനാ ഇരിക്കുന്നത്, നീ ഇവിടെ പ്രതിയല്ലയോ, നീ എന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനൊന്നും തെളിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. എന്തോ അയാൾ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്നതിൽ എന്തോ തെറ്റ്?
എൻ്റെ വാപ്പിക്കെതിരെ നിന്ന ആളാണ്, എങ്കിൽ പോലും എനിക്ക് വിഷമം തോന്നിയത് എന്ന് വെച്ചാൽ അയാൾ ഇരിക്കുന്നതിൽ എന്താ തെറ്റ്? അയാൾക്ക് ഇരിക്കാനുള്ള ധൈര്യമുണ്ട്. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാലും നീ പോയി കഴിഞ്ഞാലും പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. ചേർ വലിച്ചിട്ടിരിക്കൂ നീ, എനിക്ക് പാടാ. അത് ശരിക്കും നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമാണ് ശരിക്കും പോലീസ് സ്റ്റേഷൻ. അവിടെ നമുക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ടേ? അത് ഇവൻ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പേടിയാ പോലീസ് സ്റ്റേഷൻ. എനിക്ക് പേടിയാണ് പോലീസ് സ്റ്റേഷൻ. അല്ല, അതങ്ങനെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല എങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഇത് എനിക്ക് വിഷമം തോന്നി പറയുന്നത് എൻ്റെ വാപ്പിക്കെതിരെ നിന്ന ഒരാൾ അവിടെ ഇരിക്കുന്നതിൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇരിക്കുന്നതിൽ തെറ്റില്ല, അയാൾ പ്രതിയാണ്. നമ്മളൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കോടതി ആരും വിധിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഒരു പോലീസ് ഞങ്ങളിങ്ങനെ ട്രെയിനിൽ പോയപ്പം പറഞ്ഞാൽ എനിക്ക് പ്രതിയെ കണ്ടാൽ മനസ്സിലാവും, ഒരാളെ കണ്ടാൽ അവൻ എങ്ങനത്തുള്ളതാണെന്ന് മനസ്സിലാവും. ഞാൻ ഞാൻ ആ കക്ഷിയെടുത്ത് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോലീസാണ്. ഓ, എങ്ങനെ ഞെട്ടി. അതെന്താ ഞെട്ടി? എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് പോലീസാണ്. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോലീസുകാർ വെറുതെ ഡിസ്റെസ്പെക്റ്റോടെ ബിഹേവ് ചെയ്യുന്നു. നിങ്ങൾ എന്തിനാ ആൾക്കാരെയൊക്കെ ഇടിക്കുന്നത്? നിങ്ങൾക്ക് ഒരാളെ ഇടിക്കാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ, ഒരാളെ കൈവെക്കാനുള്ള അധികാരം ഇല്ല. അത് നമ്മൾ 2 എണ്ണം കൊടുത്താലേ അവർ പഠിക്കത്തുള്ളൂ. പിന്നെ ഒരാളെ ഞാൻ അവിടെയാണ് തെറ്റ്. 2 എണ്ണം കൊടുത്താലേ പഠിക്കത്തുള്ളൂ. അത് ഇപ്പോൾ ഇവരാണോ തീരുമാനിക്കുന്നത്? അല്ല, അവർ പറയുന്നത് എനിക്ക് ഒരാളെ കണ്ടാൽ അറിയാം അവൻ ശരിയാണോ അവൻ കള്ളനാണോ മോശമാണോ എന്ന്. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. എന്നിട്ട് ഇടിച്ച് പറയിപ്പിക്കും. അത് അങ്ങനല്ലടാ, ഒരാളെ കണ്ട് ഞാൻ തിരിച്ച് അയാൾ ചോദിച്ചൊരു ചോദ്യമാണ്,